ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡിൽ വീവ് ഡിസൈൻസ്. ഇന്നൊരു നൈറ കട്ട് കുർത്തിയാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ തുണിയെ നാലാക്കിയിട്ട് മടക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. എനിക്കൊരു കസ്റ്റമർ അടിക്കാൻ നിന്നപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഇത് അളവ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് ആ അളവിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാനിത് എൻ്റെ ഒരു അളവിൽ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എനിക്കിത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 41 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ യോക്ക് പാർട്ട് ഞാൻ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 16 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോളും 7 ഇഞ്ച്. പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം 10 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 11.5. അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം 9 ഇഞ്ച്. അതിൽ കൂടെ തയ്യൽ തുമ്പിട്ട് ഞാൻ 10.5 ഇഞ്ചാണ് അവിടെയും മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചും ബാക്ക് നെക്ക് 2 ഇഞ്ചും അതിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചുമാണ്. എന്നിട്ട് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ബാക്കിലെ പീസ് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 17 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ കർവ് 3 ഇഞ്ച് കൊടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ സ്ലീവിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ കൈയിൻ്റെ ഭാഗത്ത് 6 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുത്തു. ഈ ഒരു തുണി 44 ഇഞ്ച് വീതി ആയതുകൊണ്ട് ഞാൻ 4 മടക്കാക്കിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് യോക്ക് പാർട്ട് കട്ട് ചെയ്തു. അതിൻ്റെ ബാലൻസിൽ നിന്ന് ബാക്കി വരുന്ന ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്തു. ഇനി ആ ബാക്കി ഭാഗം ഒന്ന് നമ്മൾ ലെവൽ ചെയ്തെടുക്കുക. അതേപോലെ 4 മടക്കാണ് ഉണ്ടാവുക. മടക്കി വരുമ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗമാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് 26 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 27 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക. അതേപോലെ തന്നെ സെയിം ഒരു പീസും കൂടി, ഇപ്പോൾ ഫ്രണ്ട് പീസാണ് ഒരു പീസ്, ബാക്കി ബാക്ക് പീസും കൂടെ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസാണ് നമ്മളിതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ യോക്ക് പാർട്ട്, സ്ലീവ്, പിന്നെ അതിൻ്റെ ബോട്ടം ഭാഗത്തേക്കുള്ള പീസും കൂടിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എൻ്റെ നെക്ക് നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചെടുക്കുക. അതായത് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് അടിച്ചെടുക്കുന്നത്. അതേപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അതിൽ വെക്കുന്നത് നമ്മൾ സ്ലീവാണ്. സ്ലീവും അതേപോലെ തന്നെ ആ 2 ഷോൾഡറിൻ്റെ ഭാഗത്തും സ്ലീവും അറ്റാച്ച് ചെയ്യാം. ഈ ഒരു ടോപ്പ് അടിക്കാൻ വലിയ പണിയൊന്നും ഇല്ലെന്നേ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അത് നമുക്കിതൊരു ഓപ്പണിലെ ടോപ്പ് മാതിരിയാണെങ്കിലും മറ്റേത് ഓപ്പണിൻ്റെ ഭാഗത്തൊക്കെ അളവ് കറക്റ്റ് ഇല്ലെങ്കിൽ നല്ല ലൂസും കാര്യങ്ങളൊക്കെ വരും. ഇതിന് അതൊന്നും പ്രശ്നമില്ല. കാരണം ഫ്രണ്ടിൽ പ്ലീറ്റുള്ള സംഭവം ആയതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനും ഇല്ലാണ് അവിടെ ആ ഭാഗത്ത്. ഇനി നമുക്ക് മറ്റേ പീസ്, അതായത് 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നല്ലോ, ആ 2 പീസും ഇതേപോലെ കുഞ്ഞ് പ്ലീറ്റ് ഇട്ടെടുക്കുക. നമ്മളെ തുണി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് പ്ലീറ്റ് എടുത്താൽ മതി. കാരണം ചിലർക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക, കുറച്ച് കൊണ്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് ചെയ്യുക. ആ ഒരു പ്ലീറ്റ് നമ്മളാ വേസ്റ്റ് ഭാഗത്തിന് കറക്റ്റായിരിക്കണം. പ്ലീറ്റ് തയ്യൽ തുമ്പടക്കം കൂട്ടിയിട്ട് വേസ്റ്റ് ഭാഗത്തിന് കറക്റ്റായിട്ട് വേണം നമ്മളെ പ്ലീറ്റ് ഇടാനായിട്ട്. ഇതുപോലെ പ്ലീറ്റ് കറക്റ്റായിട്ട് ഇടുക. ഇനി ആ ഒരു പീസിന് നമ്മൾ യോക്ക് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുക. ഇതേപോലെ നല്ല വശം വന്നിട്ട് ഇതേപോലെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ആദ്യം ചെസ്റ്റ് എനിക്ക് 20 ഇഞ്ചാണ് ടോട്ടൽ. 40 ഇഞ്ചാണ് അതിൻ്റെ പകുതി, 20 ഇഞ്ച് എടുത്തു. അപ്പോൾ 20 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഭാഗത്തും 18 ഇഞ്ച് ഷേപ്പിൻ്റെ ഭാഗത്തും ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിന് ഓപ്പണിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഓരോരുത്തർക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ
17 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെ അളവിനനുസരിച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവിടുന്ന് 1 ഇഞ്ച് അകലം വിട്ടെടുത്ത് അതേപോലെ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഓപ്പണിൻ്റെ ഭാഗം മടക്കിയെടുക്കാൻ, സ്ലിറ്റിൻ്റെ ഭാഗം മടക്കിയെടുക്കാൻ ആകെ 1 ഇഞ്ച് മതി. അപ്പോൾ ആ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടെടുക്കുക. സ്ലീവ് അതേപോലെ തന്നെ 6 ഇഞ്ച് കയ്യിൻ്റെ എൻഡിൻ്റെ വശത്തിലും 7 ഇഞ്ചിന് ആ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു ചോക്ക് വെച്ചിട്ട് വരച്ചെടുത്തു. ഇനി നമുക്ക് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി പിന്നീട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ആ തല തൊട്ട്, അതായത് മറുവശത്തും തൊട്ട് ഇപ്പുറത്തെ വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ അടിവശം മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയൽ പ്രിൻ്റായിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയിട്ട് നോക്കൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.